നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇളനീര് കൊണ്ട് ഐസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇളനീര് കുളിക്കണം. ഈ ഇളനീരാണ് കുളിക്കാൻ പോണേ. നമ്മൾ ഇളനീര് കുളിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ വെള്ളം എടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ കഴമ്പായിട്ടാണ് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ പോകുന്നത്, ഐസ് ഉണ്ടാക്കാൻ പോകുന്നത്. കുടിച്ചു നോക്കാം, ടേസ്റ്റ് ഉണ്ടാകും ആദ്യം. അടിപൊളി ടേസ്റ്റ് ആട്ടാ. ഇതിന്റെ കഴമ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഐസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിലേശം തേങ്ങ, അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ ഇളനീരാണ്. നമുക്ക് ഇളനീര് എടുത്തിട്ട് ഓക്കെ അടിക്കുക. ഇത് ലേശം തേങ്ങ പറഞ്ഞത്. അപ്പോൾ നമ്മളിത് അറുത്തിട്ട് ജ്യൂസ് അടിക്കാൻ പറ്റുന്ന ജ്യൂസ് അടിക്കും. അത് നമ്മൾ ഇതാണ് നടത്താൻ പോണത്. ഇതാ ഇതിങ്ങനെ അടന്ന് കിട്ടിയിട്ടുണ്ട്. മൊത്തം നടത്തിയിടണം ഇങ്ങനെ കാര്യങ്ങൾ. ഇത് കൊണ്ട് നടത്താണ്ട് ഓക്കെ, നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെ. ഇത് നമ്മൾ പഞ്ചസാരയും എല്ലാം ഒറ്റ ജ്യൂസ് അടിക്കല്. ഓക്കെ, നമ്മൾ കുറച്ച് പാൽ ഒഴിക്കിയിട്ട് ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ബാക്കി ഇട്ടിരിക്കട്ടെ. ഓക്കെ, നമുക്ക് ഒരു മധുരം കിട്ടാൻ വേണ്ടി ജസ്റ്റ് പഞ്ചസാര ഉണ്ട്. നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് ഇത് നമ്മൾ ഇതാ ഇളനീരിടാൻ പോവാണ്. ഓക്കെ, ഇളനീരിട്ട് ഇത് നമുക്ക് അങ്ങനെ നമ്മൾ ജ്യൂസ് അടിച്ച് കഴിഞ്ഞിട്ട് ഇനിയാണ് നമ്മൾ ഐസ് ഉണ്ടാക്കണത്. ഐസ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ ഐസ് ഉണ്ടാക്കുന്ന ട്രൈ. ഇതിന് ഒരിക്കൽ നമ്മൾ ഐസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ല റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മൾ ഇതിൽ ഐസ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ,
ഇത് നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ ഇളനീര് ജ്യൂസ് അടിച്ച് ഐസിന്റെ എല്ലാ സെറ്റപ്പും ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ട് ഇനി ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം, ഐസ് ആയാൽ നോക്കാം. ഓക്കെ, അതുപോലെ ഫ്രിഡ്ജിൽ വെച്ച ഇളനീരിന്റെ ഐസ് കമ്പുമാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഐസ് ഉണ്ടാക്കി കഴിഞ്ഞ് ഓക്കെ ആയിട്ട് അപ്പൊ കഴിച്ചു നോക്കാം, രുചിന്റെ നോക്കാം. പൊട്ടിയിട്ടാണ് വന്നുള്ളത്, എന്നാലും കഴിച്ചു നോക്കാം. പൊന്നു അപാര ടേസ്റ്റ് കഴിക്കുകയാണെങ്കിൽ ഇളനീരിന്റെ ഐസ് തന്നെ കഴിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.